കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന് നേരിയ മാറ്റം വരുത്തി മണിക്കൂറുകളോളം മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും മഴയുടെ പേരിൽ തകർന്ന റോഡുകളിൽ ദുരിതയാത്രയാണ് വാഹനങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം നമ്പർ സംസ്ഥാന ഹൈവേ ആയ MC റോഡിലടക്കം നടുവൊടിക്കുന്ന യാത്രയാണ് ഇപ്പോഴുള്ളത്. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് ചാടിച്ചാടിയുള്ള യാത്രക്കിടയിൽ അപകടങ്ങൾ പലപ്പോഴും ഇല്ലാതാകുന്നത് തലനാരിഴയ്ക്കാണ്. വാഹനങ്ങളിലെ യാത്രക്കാരുടെയോ കാൽനട യാത്രക്കാരുടെയോ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അപകടങ്ങളില്ലാതെ വീടുകളിൽ തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കുഴി ഒഴിവാക്കുവാൻ പലപ്പോഴും വാഹന ഡ്രൈവർമാർ നിയമം ലംഘിക്കുന്നതും അപകടങ്ങൾക്ക് വലിയ സാധ്യതയാണ്. പലപ്പോഴും വശം മാറി വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നത് മൂലം വലിയ അപകട സാധ്യതയാണ് വലിയ കുഴിയുള്ളിടങ്ങളിൽ ഉണ്ടാകുന്നത്. ആടിയുലയുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വാഹന ഡ്രൈവർമാർ നന്നേ പാടുപെടുന്ന കാഴ്ചകളും വളരെ സാധാരണമായിരിക്കുകയാണ്. MC റോഡിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച റോഡുകളിലെ ഗട്ടറുകൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന ഓരോ ശ്രമങ്ങളും വിഫലമാണെന്ന തിരിച്ചറിവാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഒരു കുഴി അടയ്ക്കുമ്പോൾ 2 കുഴികൾ ഒരുമിച്ച് കണ്ണു തുറക്കുന്ന കാഴ്ചകളാണ് ഈ മേഖലയിൽ ഒന്നാകെ കാണുവാൻ കഴിയുന്നത്. മോനിപ്പള്ളിക്കും ഏറ്റുമാനൂരിനുമിടയിൽ പ്രധാനമായും കോഴായി ജംഗ്ഷനിലും കോഴായില് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ശാഖ പ്രവർത്തിക്കുന്ന സ്ഥലത്തും വെമ്പള്ളി മേഖലയിലുമാണ് പ്രധാനമായും അപകടങ്ങൾ സാധാരണമാകുന്നതും റോഡ് ശോച്യാവസ്ഥയിലുള്ളതും. ഞരളംകുളം ഭാഗത്ത് MC റോഡിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചുവന്ന തുണി വിരിച്ചാണ് വലിയ കുഴിയെ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ കാഴ്ചകൾ വളരെ സാധാരണമാണെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് എന്നും പാറമടയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എത്തിച്ച് റോഡിൽ നിക്ഷേപിക്കുന്നത് ഒഴിച്ചാൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. റോഡിൽ കുഴിയടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ റോഡിൽ നിന്ന് കയറും മുമ്പ് തന്നെ റോഡ് വീണ്ടും കുഴിയാകുന്ന രീതിയാണുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ പാഴ്ചെലവാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടികളെന്ന് ആക്ഷേപങ്ങൾ ശക്തമായി ഉയർന്നിട്ടുണ്ട്.